ഇന്ദ്രവൽ അഥവാ മൂത്രബല്ലൻ. രചനയും ശബ്ദവും ചെങ്ങമനാട്. ഫലിതരസികരായ സാഹസികരെ, ഒരല്പസമയം പൊട്ടിച്ചിരിക്കാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഏതെങ്കിലും സിനിമാശാലയിലേക്കോ കേരള നിയമസഭയിലേക്കോ അല്ല ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. വിളറിയ മുഖവുമായി ഞാൻ നിന്ന് വിറയ്ക്കുന്ന എന്റെ പള്ളിക്കൂടത്തിലേക്ക് തന്നെ. 8ാം ക്ലാസ്സിലെ പൊടിയും ചെളിയും നിറഞ്ഞ 3.25 ബെഞ്ചിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. അല്പസ്വല്പം ചൊറിച്ചിലൊക്കെ ഉണ്ടായാലും ഭയപ്പെടാനൊന്നുമില്ല. നായ്ക്കരണം ഇവിടങ്ങളിൽ സുലഭമാണല്ലോ. ഹാജർ പുസ്തകത്തിൽ 82 കുട്ടികൾ ഉണ്ടെങ്കിലും ക്ലാസ്സിൽ അവിടെയും ഇവിടെയും കുറച്ച് കുട്ടികൾ കൂടിയിരുന്ന് കലവില കൂടുന്നുണ്ട്. ടീച്ചർ ഹാജർ പുസ്തകം നോക്കി പേര് വിളിക്കുമ്പോൾ ഓരോരുത്തരും 5ഓ 6ഓ പ്രാവശ്യം ഹാജർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ക്ലാസ്സിൽ വരാത്ത അവരുടെ കൂട്ടുകാർക്ക് വേണ്ടി ഹാജർ പറയുന്നതിൽ അവരൊരു തെറ്റും കാണുന്നില്ല. നോൺ വെജിറ്റേറിയൻ ഉച്ചക്കഞ്ഞിയും പയറും സ്വപ്നം കാണാൻ പോലും അർഹതയില്ലാത്ത ഈ 8ാം ക്ലാസ്സുകാരുടെ ഉത്തരവാദിത്വ ബോധത്തെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അത് അസൂയ കൊണ്ട് മാത്രമായിരിക്കും. തുടർന്ന് ടീച്ചർ, കബീറെ, ഫീസ് അടച്ചോ? ഇല്ല ടീച്ചറെ, മാങ്ങ വിറ്റിട്ട് അടയ്ക്ക. നോട്ട് ബുക്ക് വാങ്ങിയോ? അടയ്ക്ക വിറ്റിട്ട് മാങ്ങ. മുത്തപ്പ എന്ന മുസ്തഫ ഓടിക്കിതച്ചെത്തിയപ്പോഴേക്കും പ്രധാന അധ്യാപകൻ എന്ന ഏട് കൃഷ്ണൻ നായർ തന്റെ ചെങ്കോൽ ഉയർത്തി നെറ്റി ചുളിച്ചു. സുലോചന ടീച്ചറുടെ കറണ്ട് ചാർജ് അടയ്ക്കാൻ പോയതാ. അല്പം ധാർഷ്ട്യത്തോടെ അവൻ പ്രതിവചിച്ചു. വിദ്യാലയത്തിന്റെ ചുമർ ചിത്രങ്ങളുടെ അടിയിൽ കോറിയിട്ട പ്ലസ് ചിഹ്നം ചേർത്ത പേരുകൾ അവന്റെ മനസ്സിലൂടെ മിന്നി മറിഞ്ഞിട്ടുണ്ടാവണം. പുതിയതായി ജോലിയിൽ പ്രവേശിച്ച ഹരിഹരൻ മാഷ് അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഓൾ സ്റ്റാൻഡ്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പകച്ചു നോക്കുന്നു. എഴുന്നേൽക്കണടാ എന്ന് മാഷ് ആവർത്തിച്ചു. ഓൾ സിറ്റ് ഡൗൺ. പകച്ചു നിൽക്കുന്ന കുട്ടികളെ നോക്കി അധ്യാപകൻ അലറി, കുത്തിരിക്കണടാ. കോമ്പോസിഷൻ ബുക്ക് കൊണ്ടുവരാത്തവനെല്ലാം എഴുന്നേൽക്കണടാ. ക്ലാസ്സിലെ പകുതിയോളം കുട്ടികൾ എഴുന്നേറ്റു. എന്താടാ കൊണ്ടുവരാത്തെ? കൊണ്ടുവരാഞ്ഞ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടുവോ? കുട്ടി മറുചോദ്യം എറിഞ്ഞു. ഒന്ന് വിളറിപ്പോയ അധ്യാപകൻ അടുത്ത ആളിന് നേരെ പുരികമുയർത്തി. അതേ മറുചോദ്യം ആവർത്തിക്കപ്പെട്ടു. കുട്ടികൾ ഒരേ ഉത്തരം ആവർത്തിച്ചപ്പോൾ അധ്യാപകൻ അലറി, എല്ലാവരും പുറത്തു പോകണടാ. കൂക്കി വിളിയോടെ കുട്ടികൾ ഒന്നടങ്കം പുറത്തേക്ക് ഓടി. പിറ്റേന്ന് ഹരിഹരൻ മാഷ് വരാൻ കാത്തിരിക്കുകയായിരുന്നു അവർ. മാഷെ, കോമ്പോസിഷൻ കൊണ്ടുവന്നില്ല, പുറത്തു പോട്ടെ. നിസ്സഹായനായി നോക്കി നിൽക്കാനല്ലാതെ അദ്ദേഹത്തിനൊന്നും കഴിയുമായിരുന്നില്ല. ഒരു സ്ക്രീനിനപ്പുറം എന്റെ മലയാളം ക്ലാസ്സാണ്. വാക്യത്തിൽ പ്രയോഗിക്കാനുള്ള ഹോംവർക്ക് വായിപ്പിക്കുകയായിരുന്നു ഞാൻ. പർവ്വതീകരിക്കുക. ശ്യാമള വായിക്കണം. മന്ത്രി വന്ന് പാലം പർവ്വതീകരിച്ചു. അടുത്തത് ആഘാതം. ആമിന, ഞാൻ ചിലപ്പോ ആഘാതമായി ചിന്തിക്കും. കടപുഴകി. ജാസി, മാധവൻ നായരുടെ കട പുഴകി വീണു. അടുത്തത് ഒരു ഖണ്ഡികയിൽ ഉത്തരം എഴുതുക. പഞ്ചു മേനോന്റെ കുണ്ഠിതം. പാത്തു വായിക്കണം. നാണത്താൽ വിവശയായ പാത്തു തട്ടം കൊണ്ട് മുഖം മറച്ചതല്ലാതെ ഒന്നും ഉരിയാടിയില്ല. അടുത്ത ചോദ്യം, അശോകന്റെ നാട്ടിലെ വെന്നിക്കൊടിക്കൂറ വിശദീകരിക്കുക. ടീച്ചറെ, ഓന്റെ നാട്ടിൽ കൊടിയില്ല, കൂറ മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം, ആശയം വിശദമാക്കുക. ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ 2 കോപം കൊണ്ട് ഇങ്ങോട്ട് പോരാമോ? മമ്മദേ, നീ എഴുതിയ ഉത്തരം വായിക്ക്.
പ്രായായ പെണ്ണുള്ള പോരേല് ഞമ്മള് ചെന്നെന്ന് വിചാരിക്കേ. അപ്പൊ ഓക്ക് കോപം വന്നു ഓള് അടുത്ത പുരയിലേക്ക് ഒരു ചാട്ടം. ഞമ്മൾ അവിടെയും ചെന്നെന്ന് വിചാരിക്കുക. അപ്പൊ ഓള് അടുത്ത പുരയിലേക്ക് ചാടി. കൂട്ടച്ചിരി മുഴങ്ങുന്നതിനിടയിൽ മണിയടിച്ചു. ടീച്ചറെ മൂത്രവല്ല് എന്നാർത്തുകൊണ്ട് കുട്ടികൾ പുറത്തേക്ക് പാഞ്ഞുപോയി. ഇടവേളയിലെ ചായയിൽ അധ്യാപകർ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുമ്പോഴാകാം പെട്ടെന്ന് വാതിലുകളും ജനാലുകളും കൊട്ടിയടയ്ക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നത്. അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഇത്ര വേഗം ഇങ്ങെത്തിയോ എന്ന് നിങ്ങൾ ഒരു നിമിഷം ശങ്കിക്കുമെങ്കിലും അടുത്ത നിമിഷം നിങ്ങൾ മനസ്സിലാക്കും, ആ ശുഭകർമ്മത്തിന് പിന്നിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളും അവർക്കെന്നും താങ്ങും തണലുമായി നിൽക്കാറുള്ള രക്ഷിതാക്കളുമാണെന്ന്. ഇന്നലെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട സ്കൂൾ ലീഡറെയും കൂട്ടുകാരെയും തിരിച്ചെടുക്കുന്നതിനുള്ള സമരത്തിന്റെ തുടക്കമാണത്. ഫോൺ സൗകര്യം ഒന്നുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ സ്റ്റാഫ് റൂമിൽ പൂട്ടിയിടപ്പെട്ട അധ്യാപകരെ രാത്രിയുടെ ഏതെങ്കിലും യാമങ്ങളിലായിരിക്കും പോലീസ് എത്തി മോചിപ്പിക്കുന്നത്. ഇന്നത്തെ വിദ്യാർത്ഥികളാണല്ലോ നാളത്തെ ഭരണചക്രം തിരിക്കേണ്ടവർ. അതുകൊണ്ട് സഹപ്രവർത്തകരെ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേണ്ടപ്പെട്ടവരെ നേരിൽ കണ്ട് യാത്ര പറഞ്ഞ് അന്ത്യകൂദാശയും കൈക്കൊണ്ട് മാത്രം സ്കൂളിലേക്ക് വരിക. ദയാപരനായ കർത്താവേ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണമേ. പിറ്റേന്ന് മമ്മദിന്റെ ബാപ്പാന്റെ ആത്മകഥം കേട്ടാണ് ഞാൻ നിന്നുപോയത്. അതിപ്രകാരമായിരുന്നു: ഓല തൊടിയിൽ ഓല വീണപ്പോ ഓല് പറഞ്ഞു ഓല ഓലതാന്ന്. ഓല ഓലതാന്ന് പറഞ്ഞ ഓല ഓലതാവോ? തുടർന്ന് ചാക്കപ്പൻ മാഷിന്റെ ക്ലാസിന്റെ മുന്നിൽ വന്നു നിന്ന് മാഷിന്റെ പുരയിലേക്ക് ഒരു പയഞ്ചക്ക കൊടുത്തേർന്നു. പൂത്തേക്കണ്ട മാങ്ങാത്തോലുണ്ടോ? അന്റെ ബീവിക്കിത് 10ാം മാസാ. ഓക്ക് ഒരു കൊതവും ഇല്ല. ചക്കേന്റെ കായ് തന്നാ വേണ്ടിയിരുന്നു. നിങ്ങൾക്ക് തിരിഞ്ഞില്ല അല്ലേ? മലബാർ മലയാളം തിരിയാഞ്ഞാൽ നട്ടം തിരിയേയുള്ളൂ. ഉച്ച സമയത്ത് വിശ്രമത്തിനായി സ്റ്റാഫ് റൂമിൽ പ്രവേശിക്കുന്ന നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് കൊടുങ്കാറ്റ് പോലെ ചിരിക്കുന്ന ചാക്കപ്പൻ മാഷാണ്. നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ ഉടൻ മാഷ് ചോദിക്കും, മക്കൾ എത്രയുണ്ട്? 2. പേരെന്തുവാ? ലീലാമ്മ. ലീലാമ്മയുടെ കല്യാണം കഴിഞ്ഞതാണോ? സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ചൂളിപ്പോകും. അല്ല, മക്കളുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ചോദിച്ചതാ എന്ന ക്ഷമാപണത്തോടെ ആ ഇന്റർവ്യൂ അവിടെ അവസാനിക്കുന്നു. വലിയൊരു കുടവയർ, സമചതുരാകൃതിയായ ശരീരത്തിന്മേൽ ഉരുട്ടി ഒട്ടിച്ച ചെറിയൊരു തല. ചൂട് കാലത്ത് തലയ്ക്ക് നല്ല ചൂട്. അതാണ് ചാക്കപ്പൻ മാഷ്. 10-30 കുട്ടികൾ മുറ്റത്ത് കാത്തു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അവരുടെ അകമ്പടിയോടെയാണ് മാഷ് മൂത്രം ഒഴിക്കാൻ പോകുന്നത്. ഛീ, ദൂരെ പോടാ, മാറി നിൽക്കണടാ എന്നൊക്കെയുള്ള ശബ്ദം കേൾക്കുമ്പോൾ കുട്ടികൾ തിരമാല പോലെ അകലുകയും അതേ ശക്തിയോടെ ആർത്തടുക്കുകയും ചെയ്യും. ഉച്ചയൂണും കഴിഞ്ഞ് മേശയ്ക്ക് മുകളിൽ കാല് പൊന്തിച്ചു വെച്ച് ഒരു ഉറക്കവും കഴിഞ്ഞ് എഴുന്നേറ്റ ചാക്കപ്പൻ മാഷ് ഒരു പരാതിയുമായാണ് ഹെഡ് മാസ്റ്ററുടെ മുന്നിൽ നിൽക്കുന്നത്. മാഷേ, എന്റെ ഡ്രോയർ കാണുന്നില്ല. ഹെഡ് മാസ്റ്റർ ഒന്ന് പകച്ചു. ഉണ്ടക്കണ്ണ് ഒന്നുകൂടെ ഉരുട്ടി കേട്ടു നിന്ന ഭവാനി ടീച്ചർക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളത് എവിടെ ഊരിയിട്ടോ മാഷേ? മൂത്രപ്പുരയിൽ എങ്ങാനും ഉണ്ടോന്ന് നോക്കി വരികയും കുട്ടികളെ. 2 കുട്ടികൾ മൂത്രപ്പുരയിലേക്ക് ഓടി. മാഷ് വീട്ടിൽ നിന്ന് പോരുമ്പോ ഡ്രോയർ ഉണ്ടായിരുന്നോ? ഓ, ഉച്ചയ്ക്കൊന്ന് മയങ്ങി, അന്നേരാ കാണാതായത്. ഈ സമയം ഹരിഹരൻ മാഷ് ചാക്കപ്പൻ മാഷെ വിളിച്ച് രഹസ്യം പറഞ്ഞു. ഹെഡ് മാസ്റ്ററുടെ വാടക മുറി കാണും. അവിടെ എത്തിയ ഹരിഹരൻ മാഷ്
അയയിൽ വിരിച്ച ചുവന്ന ഡ്രോയർ കാണിച്ച് അതാണോ എന്ന് ചോദിച്ചു. താൻ എന്ത് വിവരക്കേടാടോ പറയുന്നത്? എന്റെ മേശയുടെ ഡ്രോയർ കാണുന്നില്ലെന്നാ ഞാൻ പറഞ്ഞത്. തലയറഞ്ഞ് ചിരിക്കുന്ന ഹരിഹരൻ മാഷെ കൂട്ടാതെ പാഞ്ഞു വന്ന ചാക്കപ്പൻ മാഷ് കേശു മാഷോട് കയർക്കുന്നത് കേൾക്കാമായിരുന്നു. താനല്ലേടോ പറഞ്ഞത് മേശ വലിപ്പിന് ഡ്രോയർ എന്നാ പറയുന്നതെന്ന്? അതാ ഹെഡ് മാസ്റ്ററുടെ അടുക്കലേക്ക് പോകുന്നതാണ് ഞങ്ങളുടെ സ്കൂളിലെ പ്യൂൺ, ശ്രീമാൻ ചാത്തു. പണ്ടൊരു പ്യൂൺ ഇംഗ്ലീഷുകാരനായ മേലധികാരിയോട് ശമ്പളം കൂട്ടിത്തരണമെന്ന് പറഞ്ഞത് നിങ്ങളും കേട്ടിട്ടുണ്ടാകുമല്ലോ. ഹൗ ക്യാൻ ഐ ഈറ്റ് മൈ 8 ചിൽഡ്രൻ വിത്ത് 8 rupees? പക്ഷേ ശ്രീമാൻ ചാത്തു അജാതി പ്യൂണല്ല. ഈ സ്കൂളിന്റെ കറക്കം തന്നെ ചാത്തുവിന് ചുറ്റുമാണ്. മാഷേ, എനിക്കിന്ന് 3 മണിക്ക് പോണം. അന്ന് 3 മണിക്ക് കൂട്ടമണിയടിച്ച് സ്കൂള് വിട്ടു. നിസ്സഹായനായ ഹെഡ് മാസ്റ്റർ തലയും ചൊറിഞ്ഞു നിന്നതല്ലാതെ ഒന്നും ഉരിയാടിയില്ല. ഭൂമി പൗരന്മാരെ വാർത്തെടുക്കുന്ന മൂശാരിമാരെ, നിങ്ങളുടെ അച്ചുകളിൽ ഈ ഭാവി ശില്പങ്ങൾ ഒതുങ്ങുകയില്ല. സകല ലോക വരദായകനായ ജഗദീശ, ഈ ശില്പങ്ങളുടെ കയ്യിൽ നിന്ന് ഈ മൂശാരിമാരെ രക്ഷിക്കണേ എന്ന് മാത്രമാണ് എന്റെ പ്രാർത്ഥന.